വോഡഫോൺ ഐഡിയ ടെലികോം കമ്പനി 2026 കൂടി പൂട്ടേണ്ടി വരും. സംശയിക്കേണ്ട, ഇത് പറഞ്ഞത് വോഡഫോൺ ഐഡിയ സിഇഒ അക്ഷയ മുന്ദ്ര തന്നെയാണ്. നേരത്തെ തന്നെ കടക്കണിയിലായ ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ടെലികോം കമ്പനിയായ വിഐയുടെ അവസ്ഥ ഇപ്പോൾ കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ്. കമ്പനിയുടെ ക്രമീകരിച്ച മൊത്തം വരുമാനം അഥവാ AGRഉം ഗവൺമെന്റിൽ നിന്നും വാങ്ങിയ സ്പെക്ട്രത്തിന്റെ തുകയും ചേർത്ത് ഏകദേശം 43,000 കോടി രൂപയാണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ളത്. ഇതിന്റെ പലിശയും പിഴയും ചേർത്ത് അത് ഇപ്പോൾ 84,000 കോടി രൂപയായി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്രയും തുക എഴുതി തള്ളണമെന്ന VI കമ്പനിയുടെ ആവശ്യം സർക്കാരും പിന്നീട് സുപ്രീം കോടതിയും നിരവധി തവണ നിരസിച്ചതോടെയാണ് കമ്പനി പൂട്ടലിന്റെ വക്കിലെത്തിയത്. 2019 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കുടിശ്ശികകൾ വിലയിരുത്തുന്ന കമ്പനിയുടെ വരുമാനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിക്ക് കാരണമാക്കിയത്. AGR എന്നത് ടെലികോം കമ്പനികൾ തങ്ങളുടെ വരുമാനത്തിന്റെ 1% സർക്കാരിന് നൽകണം എന്ന വ്യവസ്ഥയാണ്. ഈ തുകയോടൊപ്പം സ്പെക്ട്രത്തിന് നൽകേണ്ട തുകയുടെ ബാക്കിയും ചേർത്തതാണ് ഇത്രയും വലിയ സംഖ്യയായി മാറിയത്. കഴിഞ്ഞ തവണയും VI ഇത്തരത്തിൽ 37,000 കോടിയുടെ കുടിശ്ശിക വരുത്തുകയും പിന്നീട് ഗവൺമെന്റ് അത്രയും തുകയ്ക്ക് പകരമായി VIയുടെ ഓഹരികൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. ഇപ്പോൾ നിലവിൽ VIയിൽ ഗവൺമെന്റിന് 48.99%, വോഡഫോണിന് 16.1%, ആദിത്യ ബിർള ഗ്രൂപ്പിന് 9.4% ഓഹരി പങ്കാളിത്തവുമാണുള്ളത്. ക്രമീകരിച്ച മൊത്തം വരുമാനം അഥവാ AGRന്റെ കുടിശ്ശിക കണക്കാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് VIയും കൂടെ എയർടെല്ലും പലതവണയായ സുപ്രീം കോടതിയെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എയർടെല്ലിന് അവരുടെ വരുമാനവും സാമ്പത്തിക നിലയും വോഡഫോൺ ഐഡിയയെ അപേക്ഷിച്ച് നല്ല നിലയിലായതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി എയർടെല്ലിന് വലിയ ഭീഷണിയാകാൻ സാധ്യതയില്ല. ഇന്ത്യയിലെ ടെലികോം മേഖലയിലേക്ക് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ജിയോ കടന്നു വന്നതോടുകൂടിയാണ് ടെലികോം രംഗത്തെ മത്സരം മുറുകിയത്. അതുവരെ ഇന്റർനെറ്റ് ഡാറ്റയ്ക്ക് ഉയർന്ന നിരക്കാണ് കമ്പനികൾ വാങ്ങിയിരുന്നതെങ്കിൽ ജിയോ പരിധിയില്ലാതെ സൗജന്യമായി ഇന്റർനെറ്റ് നൽകാൻ തുടങ്ങിയതോടെ വരിക്കാർ ജിയോയിലേക്ക് മാറുകയും അന്ന് നിലവിലുണ്ടായിരുന്ന കമ്പനികളിൽ മിക്കവയുടെയും വരുമാനത്തിൽ വൻ ഇടിവ് സംഭവിക്കുകയും ചെയ്തതോടെ പലതും പൂട്ടുകയും മറ്റു ചിലത് തമ്മിൽ മെർജാവുകയും ചെയ്തു. ഇങ്ങനെ അന്ന് നിലവിലുണ്ടായിരുന്ന ഐഡിയയും വോഡഫോണും ചേർന്നാണ് VI രൂപീകൃതമായത്. ടാറ്റ ഡോകോമോ, എയർസെൽ, യൂണിനോർ എന്നിവ ഇങ്ങനെ പൂട്ടിപ്പോയ കമ്പനികളിൽ ചിലതാണ്. AGR കുടിശ്ശികയുടെ പുതിയ കണക്കുകൾ വന്നതോടെ ഓഹരി വിപണിയിലും എയർടെല്ലിന്റെയും VIയുടെയും ഷെയറുകൾ ഇടിഞ്ഞു. ഇതിനിടയിൽ ഈ മാസം ആദ്യം ടെലികോം കമ്പനികളുടെ AGR കുടിശ്ശികയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന പലിശയുടെ 50%, പിഴയുടെയും അതിന്റെ പലിശയും ചേർത്തുള്ള തുകയുടെ 100% എഴുതിത്തള്ളാൻ സർക്കാർ പരിഗണിച്ചു വരികയാണ്. ഇനി ഇങ്ങനെ എഴുതി തള്ളിയാലും 60,000 കോടി രൂപയോളം ബാക്കി വരും. ഇത് VIക്ക് നിലവിൽ അടയ്ക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. നിലവിൽ 21 ദശലക്ഷത്തോളം വരിക്കാരുള്ള വോഡഫോൺ ഐഡിയയുടെ സർവീസ് അവസാനിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ഒന്നുകിൽ ഇത്രയും തുക എഴുതിത്തള്ളുകയോ അല്ലെങ്കിൽ അത്രയും തുകയ്ക്ക് കൂടി കമ്പനിയുടെ ഓഹരി ഗവൺമെന്റ് ഏറ്റെടുക്കുകയോ മാത്രമാണ് ഒരു പോംവഴി. വോഡഫോൺ ഐഡിയയുടെ ബാക്കി ഷെയറുകൾ കൂടി ഏറ്റെടുത്ത് BSNLുമായി മെർജ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഗവൺമെന്റിന് മുമ്പിലുണ്ട് എന്ന് അനൗദ്യോഗികമായി പറഞ്ഞു കേൾക്കുന്നുമുണ്ട്. ഇനി ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.